സംസ്ഥാനത്ത് റേഷൻ വിതരണവും മസ്റ്ററിംഗും മുടങ്ങി. ഇപ്പോസ് സംവിധാനം ഇന്നും പണിമുടക്കിയതാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രശ്നം പരിഹരിക്കുന്നതിനായി റേഷൻ കടകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചിട്ടും ഫലമുണ്ടായില്ല. റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരേപോലെ നടത്താനാണ് പ്രവർത്തന സമയം പുനഃക്രമീകരിച്ചത്. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, ഇന്നും പ്രതിസന്ധിയാണോ? ബിനിൽ, തീർച്ചയായും. അതായത് 7 ജില്ലകളിൽ രാവിലെ മുതൽ ഉച്ചവരെ, അതായത് 8 മണി മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 7 മണി വരെയും 7 ജില്ലകളിൽ അങ്ങനെയാണ് ക്രമീകരിച്ചത്. പക്ഷേ ഇന്ന് 14 ജില്ലകളിലും ഒരു കടയിൽ പോലും പൂർണ്ണതോതിൽ മസ്റ്ററിംഗ് നടത്താനോ റേഷൻ വിതരണം നടത്താനോ സാധിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ റേഷൻ കടകളാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ ഒരു റേഷൻ കടയിലാണ്. ഈ കടയുടെ അകത്തേക്ക് നോക്കിയാൽ കാണാം, നിരവധി ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. അതായത് മസ്റ്ററിംഗ് നടത്താൻ കഴിയുന്നില്ല, റേഷൻ വാങ്ങാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നില്ല. മഞ്ഞ, പിങ്ക് കാർഡിലെ അംഗങ്ങൾക്ക് മസ്റ്ററിംഗ് നടത്താൻ നിർദ്ദേശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പോസ്റ്റ് മെഷീന്റെ സെർവർ തകരാർ വരുന്നത് സ്ഥിരം സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ റേഷൻ വിതരണവും മസ്റ്ററിംഗും ഒരുപോലെ നടത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും സെർവർ ഡൗൺ ആവും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് 7 ജില്ലകൾ വീതം സമയ ക്രമീകരണം കൊണ്ടുവന്നത്. പക്ഷേ അതും വിജയിച്ചില്ല എന്ന് വേണം കരുതാൻ. കാരണം നിരവധി ആളുകൾ ഇവിടെ വന്ന് മടങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും റേഷൻ വ്യാപാരി വെറുതെ ഈ പോസ്റ്റ് മെഷീന് മുന്നിൽ ഇരിക്കുന്നത് കാണാം. ആർക്കെങ്കിലും റേഷൻ കൊടുക്കാനോ മസ്റ്ററിംഗ് നടത്താനോ കഴിഞ്ഞിട്ടുണ്ടോ? ഒരാൾക്ക് പോലും ഈ തുറന്ന സമയത്ത് ഒരു 2 ആൾക്ക് കൊടുത്തു എന്നല്ലാതെ ഈ മസ്റ്ററിങ്ങും റേഷനും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഞങ്ങൾ പറയുന്നത് ഒരാഴ്ച ഈ മസ്റ്ററിങ് ചെയ്യാനും മറ്റു ദിവസങ്ങളിൽ റേഷൻ കൊടുക്കാനും മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. കാരണം രണ്ടും കൂടി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. പലരും ഇന്ന് വെയിൽ കൊണ്ട്, പിന്നെ അതുപോലെ തന്നെ നോൽമ്പ് അടുത്ത, അതുപോലെ തന്നെ റേഷൻ വിതരണവും മസ്റ്ററിംഗും മുടങ്ങിയിരിക്കുകയാണ്. സിനോജ് തോമസ് ആണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉപഭോക്താക്കളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്.